welcome back to your channel Calligraphy. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് നമ്മൾ കാലിഗ്രാഫി ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെ നമുക്ക് കാലിഗ്രാഫി ആൽഫബറ്റ്സ് നമുക്ക് എഴുതാം, അതുപോലെ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് കാലിഗ്രാഫി ചെയ്യാം, ഇൻ സിമ്പിൾ വേയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ കാലിഗ്രാഫി ട്യൂട്ടോറിയലിന് ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ പോലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രഷ് പെൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ചെറിയൊരു റിവ്യൂ, അതുപോലെ തന്നെ നമ്മുടെ കാലിഗ്രാഫിക്കകത്തുള്ള കുറച്ച് ബേസിക് ആയിട്ട് സ്ട്രോക്സ് ഏതൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നിങ്ങൾ നോക്കുക. അപ്പോൾ അവിടെ ലിങ്ക് കാണും, അല്ലെങ്കിൽ നമ്മൾ മേലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണോട്ടോ ഈ വീഡിയോ കാണാൻ. അതാണെങ്കിൽ ഈ വീഡിയോ കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ വേറെ കാര്യം പറയാനല്ല, നിങ്ങൾ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലൈക്കും സപ്പോർട്ടും കൂമ്പാരമാകുമ്പോൾ നമ്മുടെ പരിപാടി ഗംഭീരമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും തരിക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്ക് നമ്മുടെ കാലിഗ്രാഫിയിൽ ആൽഫബറ്റ്സ് നമുക്ക് എഴുതാം എന്നുള്ളതാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിൽ പഠിപ്പിക്കാനും പോകുന്ന സിമ്പിൾ വേയിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് നമ്മുടെ ഇൻട്രോ ആയിട്ട് കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് നോക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാ നമ്മുടെ വീഡിയോ തുടങ്ങല്ലേ? നോക്കാം. അപ്പോൾ നമ്മുടെ ആയുധം എടുക്കാം, പണി ആയുധം. അതാണ് നമ്മുടെ ബ്രഷ് പെൻ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാമലിൻ്റെ ബ്രഷ് പെൻ ആട്ടോ. നമുക്ക് കാലിഗ്രഫി രണ്ട് തരത്തിൽ ചെയ്യാം, രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ സാധാ ഇങ്ങനത്തെ ബ്രഷ് പെൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ ഓർഡിനറി ആയിട്ടുള്ള സാധാ പെൻ വെച്ച് നമുക്ക് ചെയ്യാം. അത് ഫേക്ക് കാലിഗ്രാഫി എന്ന് പറയും. അത് നമുക്ക് ചെയ്യേണ്ട വിധം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ. അവസാനം നമുക്കൊരു ബോണസ് ആയിട്ട് നമുക്ക് അതങ്ങ് ഉൾപ്പെടുത്താം. ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ബ്രഷ് പെൻ വെച്ച് എങ്ങനെ കാലിഗ്രാഫി ചെയ്യാം എന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എടുക്കുമല്ലേ പെൻ? ഏത് കളർ വേണം നിങ്ങൾ പറയൂ. നമുക്കൊരു ഓറഞ്ച് എടുക്കാമല്ലേ? യെല്ലോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ യെല്ലോയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ വേറെ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളപ്പോൾ മറ്റേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലേ പോയി കാണാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അതിനകത്താണ് നമ്മൾ ബേസിക് സ്ട്രോക്സ് ഏതൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ബേസിക് സ്ട്രോക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് സാരമില്ല, നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്ക് ഒരു ബേസിക് സ്ട്രോക്സ് ചെയ്യാനായിട്ട് നമുക്ക് ചുമ്മാ ഒരു പേപ്പർ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചുമ്മാ ഒരു പേപ്പർ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ വെറുതെ കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. നിങ്ങളപ്പോൾ അത് ബൈ പ്രാക്ടീസ് ചെയ്താണ് കുറച്ചും കൂടി നമുക്ക് ആ ഒരു എന്താ വെച്ചാൽ പ്രഷറിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് നമ്മുടെ ബ്രഷ് പെൻ്റെ ഫുൾ കാലിഗ്രാഫി ഫുള്ള് പോകുന്നത്. അപ്പോൾ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രഷ് പെൻ ഹാൻഡിൽ ചെയ്യാം, അതിൻ്റെ പ്രഷർ എങ്ങനെ കൊടുക്കണം, ഏത് സ്ട്രോക്സ് ഒക്കെയാണെന്ന് ചെയ്യേണ്ടതെന്ന് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഈ വീഡിയോയിലും കൂടെ നിങ്ങളുടെ അടുത്ത് ചുമ്മാ ഒന്ന് പറഞ്ഞു തരാം. ഈ മുകളിലേക്ക് വരയ്ക്കുന്നതിനെയാണ് അബ്സ്ട്രോക്സ് എന്ന് പറയുന്നത്, താഴേക്ക് വരയ്ക്കുന്നതിന് ഡൗൺ സ്ട്രോക്സ് എന്ന് പറയും. അബ്സ്ട്രോക്സ് എപ്പോഴും തിന്നായിരിക്കണം, ഡൗൺ സ്ട്രോക്സ് എപ്പോഴും തിക്കായിരിക്കണം. അതാണ് നമ്മുടെ കാലിഗ്രാഫിയിലെ ബേസിക് പോയിന്റ്, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുമ്പം നമ്മൾ പ്രഷറിൻ്റെ ഒരു ഡിഫറൻസ് അനുസരിച്ചാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കാലിഗ്രാഫിയിൽ ഓരോ സംഭവങ്ങളും വരുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒറ്റൊരു ദിവസം കൊണ്ട് നമുക്ക് കാലിഗ്രാഫി പഠിക്കാനായിട്ട് പറ്റില്ല. ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്ത് വേണം നമ്മൾ കാലിഗ്രാഫി ചെയ്ത് പഠിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കാലിഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിപ്പോൾ എഴുതുമ്പോഴും അങ്ങനെ തന്നെ ആ സ്ലോ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണം. ഇന്നപ്പോൾ കാലിഗ്രാഫിയിൽ എങ്ങനെയാണ് നമ്മൾ ആൽഫബറ്റ്സ് എഴുതുക എന്നാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആൽഫബറ്റ്സ് എഴുതുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഓരോ ലെറ്റർ എഴുതിയതിന് ശേഷവും ചെറിയൊരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ നിന്നും പെൻ ഒന്ന് പതുക്കെ നമ്മൾ എടുത്തിട്ട് വേണം അടുത്തത് എഴുതാനായിട്ട്. അങ്ങനെയാണ് സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അല്ലാതെ സ്പീഡിൽ നമുക്ക് ചെറുപെറുമെന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു എന്താ പറയുക ആൽഫബറ്റ്സ് അങ്ങ് എഴുതി പോകാനായിട്ട് സാധിക്കത്തില്ല. കാലിഗ്രഫി ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, സ്ലോ പ്രോസസ്സാണ്. അതുപോലെ തന്നെ എഴുതുമ്പോഴും നമ്മൾ ആ സ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രോക്സ് കൂട്ടുകയും കുറയ്ക്കുകയും, അല്ലെങ്കിൽ അപ്പ് സ്ട്രോക്സ് ചെറുതും ഡൗൺ സ്ട്രോക്സ് തിക്കായിട്ടും വരുന്നതൊക്കെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് വഴിയാണ് നമുക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയൊരു എന്ന് വെച്ചാൽ ചെറിയൊരു കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട പരിപാടിയാണ്. എന്ന് വെച്ചാൽ ചുമ്മാ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല. ടെക്സ്ചറിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് ഈ കാലിഗ്രഫി ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യമായിട്ട് കുറച്ച് നല്ല പ്രാക്ടീസ് നമ്മൾ വേണ്ടി വരും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് കാലിഗ്രഫിയിൽ ഈ കാണുന്ന തരത്തിൽ കാലിഗ്രഫി വഴി നമുക്ക് ആൽഫബറ്റ്സും എല്ലാം എഴുതാൻ പറ്റത്തുള്ളൂ. ആൽഫബറ്റ്സ് ആണ് നമ്മൾ ആദ്യം എഴുതാൻ പഠിക്കേണ്ടത്. പിന്നെ ആൽഫബറ്റ്സ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് അതുവഴി എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആൽഫബറ്റ്സ് ആണ് ആദ്യം തന്നെ എഴുതാനായിട്ട് പഠിക്കേണ്ടത്. നമ്മുടെ കാലിഗ്രഫിയിൽ ബേസിക് അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബ്സ്ട്രോക്സ് എപ്പോഴും
തിന്നായിരിക്കണം, ഡൗൺ സ്ട്രോക്സ് എപ്പോഴും തിക്കായിരിക്കണം. ഈ ഒരു തിയറി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കാലിഗ്രഫി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കാലിഗ്രഫിയിൽ ഓരോ എന്ന് വെച്ചാൽ ഫോണ്ടുകളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോണ്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അതിപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ടുകളായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാലിഗ്രഫി കിഡിലനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കാലിഗ്രഫി ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാനിത് പ്രാക്ടീസ് ചെയ്തതാണ്. ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായി നിങ്ങൾക്ക് കാലിഗ്രഫി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാലിഗ്രഫി ഈ ഒരു ബ്രഷ് പെൻ എടുത്തിട്ട് ഏകദേശം 2 ആഴ്ച ആവുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. അന്നേരമാണ് നമ്മൾ കാലിഗ്രഫിക്ക് വേണ്ടി ബ്രഷ് പെൻ എടുത്ത് ഈ ഒരു സമയത്തിനിടയ്ക്ക് ഞാൻ എപ്പോഴും ഒന്നും പ്രാക്ടീസ് ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ എന്തെങ്കിലും TV കാണുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ബ്രഷ് പെൻ വെച്ച് നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്ത് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ബ്രഷ് പെൻ നമുക്ക് വഴങ്ങി കിട്ടും. അത്രയും മാത്രമായി നമ്മുടെ കാലിഗ്രഫിയിൽ ഈ ഒരു സംഭവം ഫുള്ളാക്കി നമുക്ക് അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലിഗ്രഫി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അണേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ഡിനിറ്റ് പി നോബിൾ സൈനിങ് ഓഫ് ഫ്രം ടെക്കാർഡ് ബ്ലോഗ് സഫാരി. നമ്മൾ അടുത്ത ഒരു കിഡിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ.